ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഷെവർലെറ്റ് ടവേര ഇന്ത്യയിൽ 2004 മുതൽ 2017 വരെ അമേരിക്കൻ ഓട്ടോമേക്കറായിട്ടുള്ള ജനറൽ മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിൽ ഷെവർലെറ്റ് ബ്രാൻഡിൽ വിറ്റുകൊണ്ടിരുന്ന ഒരു വാഹനമാണ് ടവേര. ആക്ച്വലി ഇത് ഇസൂസുവിൻ്റെ ബ്രാൻഡിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരുന്ന ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ അല്ലെങ്കിൽ സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിളാണ് ഇസുസു പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ. ഇത് ഫിലിപ്പീൻസിൽ അതേപോലെ തന്നെ വിയറ്റ്നാമിലൊക്കെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരപ്പോൾ ഹൈലാൻഡർ, അതിനുശേഷം അത് അപ്ഡേറ്റ് ചെയ്തൊരു ക്രോസ് വിൻഡ് എന്ന് പറയുന്നൊരു മോഡലായിരുന്നു. അതിനു മുന്നേ 1991 ഇതൊരു പിക്കപ്പ് ട്രക്കും അതേപോലെ സ്റ്റേഷൻ വാഗണറൊക്കെ ആയിട്ട് ഈ ഒരു മോഡൽ ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് ജനറേഷനിൽ വരുമ്പോഴാണ് ആക്ച്വലി ഇത് ഇന്ത്യയിൽ GM ജനറൽ മോട്ടോഴ്സ് ഷെവർലെറ്റ് ടവേര എന്ന ബ്രാൻഡിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 2004 മുതൽ 2017 വരെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നൊരു മോഡലായിരുന്നു. ഇത് ആക്ച്വലി ഗുജറാത്തിലെ ഹലാൽ പ്ലാന്റിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഷെവർലെറ്റ് ടവേര ഇത്രയ്ക്ക് പോപ്പുലർ ആകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. അതേപോലെ മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്ക് ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചറും ഡിസൈനുമായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 7 സീറ്റ്, 8 സീറ്റ്, 9, 10 ടൈപ്പുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉള്ള വാഹനങ്ങളും മോഡൽ ഈ ഒരു ടവേര പുറത്തിറക്കിയിരുന്നു. പിന്നീട് അത് ടാക്സി സെഗ്മെൻറ്റിലേക്കും ഈ ഒരു വാഹനം ചേഞ്ചായി. കാരണം കൂടുതൽ ആളുകൾക്ക് മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നൊരു കൺസേണിൽ നോക്കുമ്പോൾ അത് ആ തരത്തിലാണ് വിറ്റുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കണക്കുകൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ 14 വർഷം കൊണ്ട് ഇന്ത്യയിൽ 2,08,431 യൂണിറ്റുകളാണ് ടവേര വിറ്റഴിച്ചത്. ടവേരയുടെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിയാൽ ഡീസൽ എഞ്ചിനിലാണ് ഇന്ത്യയിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇന്തോനേഷ്യയിൽ ആക്ച്വലി 2.2 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിൻ ഉള്ള ടവേരകൾ അവൈലബിൾ ആയിരുന്നു. നമുക്ക് 2 ലിറ്ററിൻ്റെ റോവർ അല്ലെങ്കിൽ സൊണാലിക്ക ബ്രാൻഡിൽ G സീരീസിൽപ്പെട്ട ഒരു എഞ്ചിനുള്ള ടവേര നമുക്ക് അവൈലബിൾ ആയിരുന്നു. ടർബോ ഡീസൽ കോമൺ റെയിൽ ഇഞ്ചക്ഷൻ സിസ്റ്റമുള്ള 4 സിലിണ്ടർ വിൻമിൽ വാട്ടർ കൂൾഡ് എഞ്ചിൻ ആണ് ആ ഒരു സിസ്റ്റത്തിൽ വരുന്നത്. TCDA എന്ന് പറയും. അത് നമുക്ക് 2012 മുതൽ 2015 വരെയുള്ള നിയോ 3 എന്ന് പറയുന്ന ടവേര മോഡലിൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ വരുന്ന 2.5 ലിറ്ററിൻ്റെ 4J A1 സീരീസിൽ പെട്ടുള്ള DI ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റമുള്ള എഞ്ചിൻ ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് 4J A1 L സീരീസിൽ പെട്ടിട്ടുള്ള ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റമുള്ള എഞ്ചിൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ലോ പ്രഷർ ടർബോ എഞ്ചിനായിരുന്നു അത്. അതിൽ അപ്ഡേഷൻ വരുന്നത് 2.5 ലിറ്ററിൻ്റെ 4J A1 സീരീസിൽപ്പെട്ട CRDI കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷനുള്ള വാഹനം നമുക്ക് അവൈലബിൾ ആയിരുന്നു. അത് 2016-17 കാലഘട്ടത്തിൽ ഏകദേശം വാഹനം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മോഡലൊക്കെ വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് 5 സ്പീഡ് മാനുവൽ ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് ആ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ചേസിൽ വന്നു കഴിഞ്ഞാൽ ബോഡി ഓൺ ഫ്രെയിം ടൈപ്പ് വരുന്നൊരു ചേസിസ് മെക്കാനിസമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻജിൻ, റിയർ വീൽ ഡ്രൈവ് മെക്കാനിസം സിസ്റ്റമായിരുന്നു. ഡിഫറൻഷ്യൽ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിസ്റ്റമായിരുന്നു. അതേപോലെ തന്നെ സസ്പെൻഷൻ ലീഫാണ് റിയറിൽ വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങൾക്കുള്ള കുഴപ്പമില്ലാത്ത ഇന്ത്യൻ സാഹചര്യങ്ങളിൽ റോഡുകളിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാക്സി പർപ്പസിന് മാക്സിമം മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിലാണ് ഈ വാഹനം ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസ് ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 6 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നത്. ഈ വാഹനം നിർത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ 2017 കാലഘട്ടത്തിൽ ഇത് BS4 എമിഷൻ നോംസിൽ ആണ് ആ ഒരു സ്റ്റാൻഡേർഡുള്ള സമയത്താണ് വാഹനം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഇതിൻ്റെ കോമ്പറ്റേറ്റർ ടൊയോട്ട ഇന്നോവ, അതേപോലെ തന്നെ മഹീന്ദ്ര ബൊലേറോ, സ്കോർപിയോ, ടാറ്റ സുമോ തുടങ്ങിയ മോഡലായിരുന്നു ഇതിൻ്റെ കോമ്പറ്റീഷൻ ആ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾ. 2013 ഇതിന് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഏകദേശം 1,14,000 യൂണിറ്റ് തിരിച്ച് വിളിച്ചിരുന്നു. അതിൽ എമിഷനുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അത് ക്ലിയർ ചെയ്ത് കമ്പനി തിരിച്ച് മാർക്കറ്റിലേക്ക് ഓണേഴ്സിന് അത് കൈമാറുകയും ചെയ്തിരുന്നു. അപ്പോൾ കാലഘട്ടം മാറുമ്പോൾ ടെക്നോളജി മാറും. അതുപോലെ തന്നെ മോഡൽ, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും എമിഷൻ സ്റ്റാൻഡേർഡിലേക്ക് കുറേ മാറ്റങ്ങൾ ഇന്ത്യയിൽ വരാൻ പോകുന്നൊരു സാഹചര്യത്തിൽ ടവേര മെല്ലെ ഇന്ത്യയിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കാണ് വാഹനം പോയത്. അപ്പോൾ തീർച്ചയായിട്ടും
വാഹനപ്രേമികളെ സംബന്ധിച്ച് ടവേര നല്ല ഓർമ്മകൾ ഇന്ത്യയിൽ സമ്മാനിച്ചിട്ടാണ് പോയത്. ഇപ്പോഴും ടാക്സി ആയിട്ടും അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലകളിലും ഈ വാഹനം ഓടിക്കുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഓടിച്ച എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടവേര ഡ്രൈവ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കമൻറ്റിൽ ഷെയർ ചെയ്യണം. അതെല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക, പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ട്രാഫിക് റൂൾസ് പാലിക്കുക. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് മാക്സിമം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ കണ്ടീഷൻ, അതേപോലെ റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ലിമിറ്റഡ് സ്പീഡിൽ വാഹനം ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.